ഇന്നില്ലേ ഇവനെ വെച്ചിട്ടേ ഒരു അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ അതുപോലെ യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ഒരു മീൻ ഫ്രൈ ആയിട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇത് കാണുന്ന സമയത്ത് ഇത് ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയിരിക്കും കേട്ടോ. പക്ഷേ ഇവനെ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മീൻ വന്നപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ മത്തിയാണെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ മോള് പറഞ്ഞു മത്തിയാണോന്ന് വേണം മെച്ചിയെന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ അവന് വേണം, നമുക്ക് സ്പെഷ്യലായിട്ടൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അതാ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി നമുക്ക് കുക്കിങ് തുടങ്ങാം കേട്ടോ. ഞാനിതാ ആദ്യം തന്നെ ഒരു വെള്ളമൊന്നും ഇല്ലാത്തൊരു നീറ്റായിട്ടുള്ളൊരു ചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ സമയം നമ്മൾ ഈസി കുക്കായാലും ഗ്യാസ് ആയാലും ഒന്നും ഓണാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് പതുക്കെയാണ് നമ്മൾ തീ ഓണാക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇതാ ഈ സമയം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മസാലകളൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് ആയാലും ഈസി കുക്കായാലൊക്കെ ഓൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് 2 സ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാതും പാടെ ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ അടിയിലൊന്നും പിടിക്കാതെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ മൂപ്പിച്ചെടുക്കേണ്ടത്. തീ ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം പതുക്കെ ലോ ഫ്ലെയിമിലാക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മളിത് മൂപ്പിച്ചെടുക്കുന്നത്. മറ്റത് വേഗം കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതാ നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസിന് വോയിസ് കൊടുക്കുന്ന സമയത്തായിരിക്കും കേട്ടോ കോഴികളായാലും കാക്കച്ചികളായാലും കേട്ടോ. അതുകൊണ്ട് ഓരോ ഒഴിവാക്കിയിട്ടുള്ളൊരു വോയിസ് കൊടുക്കൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എല്ലാ വീഡിയോസിലും ഒന്നെങ്കിൽ കോഴി അല്ലെങ്കിൽ കാക്കച്ചി ഇവരാരെങ്കിലും ഒരാളെ ശബ്ദം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വോയിസും കൂടിയും കേട്ടോളി. അപ്പോൾ അതാ ഇത് നല്ല രീതിയിൽ തന്നെ മൂപ്പിച്ചെടുക്കുക. നമ്മൾ അടിയിലൊന്നും പിടിക്കാതെ പതുക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. പതുക്കെ തീയിലിട്ടിട്ടാണ് നമ്മളിത് ചെയ്യണത്. വീണ്ടും പറയാണ് നല്ല ഫ്ലെയിമിലിടരുത്, ഇത് കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മളിത് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതാ ഇതൊക്കെ നേരത്തെ തന്നെ ഞാനിതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചെയ്യുന്ന അടിയിൽ കൂടെ പിന്നെ നമുക്കിത് റെഡിയാക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളുത്തുള്ളി മതി, ഒരു 2-3 അല്ലി കേട്ടോ. അധികം വേണ്ടല്ലോ, ഒരു വെളുത്തുള്ളിൻ്റെ ഒരു കുത്തൽ വരും. അതുകൊണ്ട് ഒരു 2-3 അല്ലിയാണ് കേട്ടോ അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും ഇതിൽ തന്നെ നല്ലോണം മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഞാൻ ഈ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഇത് റെഡിയാക്കണമെന്ന് കരുതിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീൻ ഒന്നെങ്കിൽ മത്തി എനിക്ക് കിട്ടാറില്ല കേട്ടോ. ഇന്ന് കിട്ടിയപ്പോൾ ചെയ്യാമെന്നുള്ളൊരാഗ്രഹത്തിലാട്ടോ ചെയ്യണത്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് കേട്ടോ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളും കൂടി ഒന്നുകൂടി ചെയ്യട്ടെ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതാ വെളുത്തുള്ളി നേരത്തെ ഇട്ടു. പിന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി അതും ചതച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ മിക്സിയിലല്ല കല്ലിലിട്ട് ചതച്ച് വെച്ചിട്ടുള്ളതാണ്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും നേരത്തെ പറഞ്ഞ പോലെ 2-3 ചെറിയ ഉള്ളി കേട്ടോ, അത്രയേ ഉള്ളൂ. വെളുത്തുള്ളി നമ്മൾ 2-3 അല്ലിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 4-5 ചെറിയ ഉള്ളിയാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അതും ഒന്ന് ചതച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇതിനി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ടും പാടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ വറ്റൽ മുളകാണ് കേട്ടോ, നമ്മുടെ ചില്ലി ഫ്ലൈസ്. അതൊരു സ്പൂണാണ് കേട്ടോ ചേർക്കണുള്ളത്. അധികം വേണ്ട, ചിലപ്പം എരിവ് കൂടുതലാവും. അതുകൊണ്ട് ഒരു സ്പൂണ് തന്നെ മതി കേട്ടോ. ഇവിടെ മീൻ വാങ്ങിയാൽ വേറെ പ്രശ്നമില്ല കേട്ടോ, ഞാൻ മാത്രം ഇരുന്ന് കഴിക്കാൻ കേട്ടോ. മക്കൾ രണ്ടും മീൻ തൊടൂല കേട്ടോ, അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് പിന്നെ വേറെ എന്തെങ്കിലും കൂട്ടാനൊക്കെ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ട് വേണം. അപ്പോൾ എനിക്കും പൊതുവേ മീനൊക്കെ വാങ്ങാൻ മടി കേട്ടോ. ചിലപ്പോൾ ഞാൻ വാങ്ങും. അപ്പോൾ ഇന്ന് ഈ മത്തിയാണോ എന്ന് ചോദിച്ച ആളാണ് ഇത് വാങ്ങി കൊടുത്തിട്ടുള്ളത്. ഇത് കഴിക്കൂല. അപ്പോൾ ടേസ്റ്റ് നോക്കണമെങ്കിൽ ഞാൻ തന്നെ നോക്കണം. പിന്നെ ഇതിൽ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. അത് നമുക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ മസാലകളൊക്കെ നല്ല രീതിയിൽ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ, അടിയിലൊന്നും പിടിക്കാതെ. ഇനി ഇതിലേക്ക് കുറച്ച് പുളിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. കുറച്ച് മതി കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ അത്രേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു രീതിയിലാണ് പുളി എടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ഒന്ന് ചാലിച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അധികമൊന്നും വേണ്ട, പുളിവെള്ളം വളരെ കുറച്ച് മതി കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് മീനും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ.
സമയം നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പിടാൻ ആരും മറക്കരുത്. ഈ സമയം നമ്മൾ കുറുകി വരുന്ന സമയത്ത് ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മളൊന്ന് നോക്കിയതിന് ശേഷം കുറവോ കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, കൂടുതലാണെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു 1/2 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് നേരത്തെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, മസാലകൾ ഒന്ന് കുറുകി വരുന്ന സമയത്താണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതാ ഒരു തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാതും പാടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒന്ന് വറ്റി വരുമ്പോൾ പിന്നെ നമുക്കിതൊക്കെ എടുത്ത് വെച്ച മീനൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നല്ലേ ഞാൻ വീഡിയോസ് എടുക്കുന്ന സമയത്ത് എൻ്റെ സ്റ്റാൻഡ് ഒന്ന് അടുത്തായി പോയിട്ടോ, അതാണ് കേട്ടോ ഇങ്ങനെ പകുതിയായിട്ട്. പിന്നെ ഞാനിതിൻ്റെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് സൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയത് കേട്ടോ. അപ്പോൾ പകുതിയായിട്ട് കാണുന്നത് കേട്ടോ. അത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈസൊക്കെ മാറ്റുമ്പോൾ കണ്ടതാണ് കേട്ടോ ഇങ്ങനെ പകുതിയായിട്ടുള്ളത്. അതുകൊണ്ട് എന്താ പറയുക, ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല. നമ്മൾ സ്റ്റാൻഡ് വെച്ചത് കുറച്ചും കൂടെ അടുത്തായി പോയിട്ടോ. സാരമില്ല, എന്നാലും ഇപ്പോൾ നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് ചെയ്ത ഒരു വീഡിയോസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പകുതിയേ കാണുന്നുള്ളൂ, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കട്ടോ. കുറച്ചും കൂടെ അടുത്ത് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഇതൊക്കെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ ഓരോന്നോരോന്ന് ഞാനതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കറക്റ്റായിട്ട് ഞാനതിൽ കിട്ടിയെന്നാണ് കേട്ടോ കരുതിയിരുന്നത്. പക്ഷേ സ്റ്റാൻഡ് ഒന്നും കൂടെ അടുത്ത് വന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനിത് നമുക്ക് ശ്രദ്ധിച്ചത് കൊണ്ട് സ്റ്റാൻഡ് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പകുതിയായിട്ട് നിങ്ങളിത് കാണുന്നത് കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് വീഡിയോയിൽ വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ ക്ലിയർ ആക്കാം കേട്ടോ. അപ്പോൾ അതാ ഇത്രയും ടാസ്ക് എടുത്ത് ചെയ്യണതല്ലേ, ഓരോ വീഡിയോസ് നമ്മൾ എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ കൊടുത്ത് കുറച്ച് റിസ്ക്കാണ്. പക്ഷേ നമ്മളത് ചെയ്ത് റിസ്ക് എടുത്ത് ചെയ്യണതല്ലേ, അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഓരോ മീനും അതിലേക്ക് നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. ആ ചാറൊക്കെ വറ്റി കുറുകിയിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്ത് അപ്പം തന്നെ നമ്മൾ മറിച്ചൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ചെറിയ തീയിലാണ് ഇപ്പോഴും നമ്മുടെ ഈസി കുക്ക് വർക്ക് ചെയ്യണത്. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മളിങ്ങനെ മീൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ വറ്റിച്ച കറിയത്തെ മീനൊക്കെ എടുത്ത് പൊരിച്ചതിനൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന്. അപ്പം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ വീഡിയോസിലും ഞാൻ കണ്ട വീഡിയോസിലും അവർ പറയണത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ പറയണ പോലെ തന്നെ കണ്ടിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇത് എനിക്ക് മുന്നേ അറിയണ റെസിപ്പിയല്ല, ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാ പോലെ മത്തി മസാലകളൊക്കെ ഇട്ട് പൊരിക്കുന്നല്ലാതെ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യണത്. കുഴപ്പമില്ല, ഒരു പറയണ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. ഇതിൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. മീനൊന്നും കഴിക്കാത്ത മോള് വന്നിട്ട് എന്നോട് പറയാം, ഇന്നത്തെ മീൻ ഈ മത്തി വെച്ചത് പൊരിച്ചത് ഞാനിന്ന് ടേസ്റ്റ് നോക്കട്ടെ അമ്മച്ചിയെ, അതാണ് ടോള് വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ടേസ്റ്റ് നോക്കാന്ന് പറഞ്ഞാൽ എന്തായാലും നോക്കണം, ഞാൻ നോക്കൂല എന്നെ നോക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓക്കെ ഞാൻ എന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നാൽ ഓൾക്ക് തന്നെയാണ് ടേസ്റ്റ് നോക്കാൻ കൊടുക്കുന്നത്. മത്തിയോൾ കഴിക്കാറേ ഇല്ല, ഇതുവരെ മീനിൽ മത്തിയോൾ കഴിച്ചിട്ടില്ല കേട്ടോ. കഷ്ണ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓള് കഴിക്കുള്ളൂ. അപ്പോൾ ഇന്ന് ആ ആളാണ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിപ്പോൾ. അപ്പോൾ ഇതാ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചെറിയ തീയിലാക്കിയാണ്ട് വെച്ച് ഒരു ഭാഗം നെരിയിച്ചതിന് ശേഷം നമ്മൾ മറ്റേ ഭാഗം മറിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലകളൊക്കെ ചേർത്തിട്ടേ നല്ല സ്മെല്ലാണ് കേട്ടോ. വെളുത്തുള്ളി ചെറുള്ളി ആ ചേർത്തെടുത്ത മസാലകൾ വേപ്പിൻ്റെ ഇലയുടെയൊക്കെ സ്മെല്ല് നല്ല നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാ മീൻ പൊരിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെ അല്ല കേട്ടോ, ഇത് വേറെ പ്രത്യേകതരം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ആ സ്മെല്ല് എന്താ പറയുക, സ്മെല്ലടിച്ചിട്ടാണ് കേട്ടോ ഓള് വന്നിട്ട് പറഞ്ഞത് ഇന്നത്തെ മീൻ ഞാൻ ടേസ്റ്റ് നോക്കാം, നല്ല രസമുണ്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, കാരണം നല്ല സ്മെല്ലാണ് എന്ന് പറഞ്ഞിട്ടോള്. അപ്പോൾ എന്നാൽ ഓക്കെ എന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ നല്ല രീതിയിൽ തന്നെ നെരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളതിലെ മസാലകളൊക്കെ മീനിലേക്ക് നല്ലോണം വറ്റി സെറ്റായിട്ടുണ്ട്. മീനുമ്മ തന്നെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെതാ വൈറൽ മത്തി ഫ്രൈ ഞാനും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ പറയല്ല, വീഡിയോസിലൊക്കെ പറയുന്ന പോലെ അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ
ഒരു പ്രാവശ്യമെങ്കിലും മത്തി കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഈ റെസിപ്പി വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, വെറുതെ ആവില്ല, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ ടേസ്റ്റ് നോക്കൽ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മീൻ ഫ്രൈ ചെയ്തതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ ആദ്യമായിട്ട് മത്തി മീൻ കഴിക്കുന്ന ആൾക്കാണ് കേട്ടോ ഇത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുക്കണം. പിന്നെ ഇതാ നല്ലൊരു അടിപൊളി ചമ്മന്തിയും കൂടി വെച്ച് കൊടുക്കണ്ടേ. ഈ ചമ്മന്തി നിസ്സാരക്കാരനല്ല കേട്ടോ, അടിപൊളിയാട്ടോ. അപ്പോൾ അതാ നമുക്കിതൊക്കെ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ചമ്മന്തി നമ്മുടെ മീൻ ഫ്രൈ ചെയ്തതും കൂടെ കൂട്ടി കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ടേസ്റ്റ് നോക്കാൻ പോണ ആളതാണ് കേട്ടോ. അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് വീണ്ടും കാണാം കേട്ടോ. പിന്നെ വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.